ഫിറ്റ്നസ് പരിശോധനയിൽ വൻ പിഴവ്. GPS ഇല്ലാതെ 52,021 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകി MVD. കൊട്ടാരക്കരയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ ടിപ്പർ പോലെ GPS ബന്ധിപ്പിക്കാതെ 52,021 വാഹനം നിരത്തിലിറക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകി. ഫിറ്റ്നസ് പരിശോധിക്കുന്നതിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വരുത്തിയ ഗുരുതര പിഴവാണ് കാരണം. കൈക്കൂലി വാങ്ങി GPS ഒഴിവാക്കിയതാണെന്ന ആക്ഷേപവുമുണ്ട്. കൊട്ടാരക്കരയിൽ അപകടത്തിൽപ്പെട്ട ടിപ്പറിന് ഫിറ്റ്നസ് നൽകിയ കരുനാഗപ്പള്ളി ഓഫീസിലെ 2 ഇൻസ്പെക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ക്രമക്കേട് സംസ്ഥാന വ്യാപകമാണെന്ന് വെളിപ്പെട്ടിരിക്കുകയാണ്. ട്രാൻസ്പോർട്ട് കോൺട്രാക്ട് ചരക്ക് വാഹനങ്ങളിലെ GPS മോട്ടോർ വാഹനത്തിന്റെ സുരക്ഷാമിത്ര സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. ഉപകരണം ഘടിപ്പിച്ചാൽ മാത്രമേ വാഹനത്തിന്റെ യാത്രാവിവരം മോട്ടോർ വാഹന വകുപ്പ് കൺട്രോൾ റൂമിലൂടെ ലഭിക്കൂ. അതിവേഗം ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ അധികൃതർക്ക് നിരീക്ഷിക്കാൻ കഴിയുമെന്നതിനാൽ GPS ഒഴിവാക്കാൻ വാഹന ഉടമകൾ ഡ്രൈവർമാരും ശ്രമിക്കാറുണ്ട്. സ്കൂൾ സമയത്തുള്ള വിലക്ക് മറികടക്കുന്നത് ഒളിപ്പിക്കാൻ ടിപ്പറുകൾ GPS ഒഴിവാക്കാറുണ്ട്. എറണാകുളം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, തിരുവനന്തപുരം ഓഫീസുകളാണ് കൂടുതൽ വാഹനങ്ങൾക്ക് GPS ഒഴിവാക്കിയിട്ടുള്ളത്. മറ്റ് ഓഫീസുകളിൽ 300-നും 500-നും ഇടയിൽ വാഹനങ്ങളിൽ GPS വേർപ്പെടുത്തിയിട്ടുണ്ട്. സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാർ കാരണം ഉപകരണം ബന്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഇത്തരം സംഭവങ്ങളിൽ ഫിറ്റ്നസ് നൽകിയാലും പിന്നീട് ടാഗ് ചെയ്യാൻ കഴിയും. വാഹനോടമയെ ഫോണിൽ ബന്ധപ്പെട്ട് GPS ടാഗ് ചെയ്യാം.